പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. അപ്പസ്തോലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെക്കുറിച്ചും തന്നെക്കുറിച്ചും പറയുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. 3 കാര്യങ്ങൾ ദൈവം ഈ വാക്യത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇത് ഒരു ഹല്ലേലൂയ വ്യക്തിഗതമായ ദൂതത്രേ. എന്നെ ശക്തനാക്കുന്നവൻ, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് തൻ്റെ സ്വന്തം കാര്യം പറയുന്നു. തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ബലം കുറഞ്ഞ സമയം കാണും, ക്ഷീണിച്ച സമയം കാണും, പ്രതിസന്ധികളുടെ സമയം കാണും. അതിനകത്തൂടെ താൻ പറയുന്നു, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരെ, ജീവിതത്തിൻ്റെ ഏതാവശ്യത്തിലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ അവൻ ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 29 മുതൽ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ഇവിടെ ഇതാ അപ്പസ്തോലനായ പൗലോസ് ജീവിതത്തിൻ്റെ ഞെരുക്കത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തനിക്ക് തൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കും, എന്നെ ശക്തനാക്കുന്നവനെന്ന്. ഹല്ലേലൂയ. ബാല്യക്കാർ തളർന്നു പോകുമ്പോൾ, യൗവനക്കാർ ക്ഷീണിച്ചു പോകുമ്പോൾ തളരാതെ ഓടുവാൻ തന്നിലേക്ക് ബലം പകരുന്ന ഒരു കർത്താവുണ്ടെന്ന്, തൻ്റെ ജീവിതത്തിൽ മതിയായ ഒരു ദൈവമുണ്ടെന്ന്, തൻ്റെ ഏതാവശ്യത്തിലും മതിയായ ഒരു ദൈവമുണ്ടെന്ന് വ്യക്തിഗതമായി തനിക്ക് പറയാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ രാവിലെ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എനിക്ക് ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും ഇപ്രകാരം പറയുന്നു, ഹല്ലേലൂയ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് എന്നോട് പറഞ്ഞ ഒരു കർത്താവുണ്ട്. അവൻ്റെ ശക്തിയാണ് എൻ്റെ മേൽ ആവസിക്കുന്നത്. എന്നോട് സംസാരിക്കുന്ന ഒരു തമ്പുരാൻ എനിക്കുണ്ട്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ഈ ദൂത് അങ്ങനെ ഏറ്റെടുക്കുന്നവർക്കാ ഇന്ന് ഈ വചനം വായിക്കുന്നത്. ഹല്ലേലൂയ, എനിക്ക് ഒരു ദൈവമുണ്ടെന്ന്, ഞാനും എൻ്റെ ദൈവവും എന്നുള്ളൊരു വ്യക്തിപരമായ ബന്ധമുള്ള വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഒന്നൊന്ന് ഏറ്റു പറയാൻ പറ്റുമോ? എന്നെ ശക്തനാക്കുന്നവൻ, ശെറിയെ ശക്തനാക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ പേര് ചേർത്തിട്ടൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത്. 2, ഹല്ലേലൂയ, ആരാ ദൈവം? ദൈവം ശക്തനാക്കുന്നവനാ. ദൈവം ആരെന്ന് ഒന്ന് വിളിച്ചു പറയുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ശക്തി തരുന്ന ദൈവമാ, അവൻ ബലം തരുന്ന ദൈവമാ. ജീവിതത്തിൻ്റെ ഒത്തിരി പ്രതിസന്ധികൾ ഹല്ലേലൂയ അക്കമിട്ടെടുത്ത് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം നേടുന്നു. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ വന്നെന്നിരിക്കാം, എന്നാൽ നമ്മുടെ കർത്താവാര ആ പ്രതിസന്ധികളിലൊക്കെ നമുക്ക് ശക്തി തരുന്നവനായ ദൈവമത്രേ. ജീവിതത്തിൽ ആര് കൂടെ ഇല്ലെങ്കിലും, ആരും സഹായിപ്പാനില്ലെങ്കിലും, ഏതാവശ്യത്തിനും മതിയായ ഒരു ദൈവമുണ്ട്. അവൻ ശക്തനാക്കുന്ന ദൈവമാ. അബ്രഹാമിനോട് ഇപ്രകാരം പറഞ്ഞ ദൈവമാ. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ സർവശക്തനായ ദൈവമത്രേ, എൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടന്നുകൊള്ളുക. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മോടും കർത്താവ് പറയുന്നു, ഞാൻ സകലത്തെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? പ്രിയരെ, ജീവിതത്തിൻ്റെ ഏതാവശ്യത്തിലും, ഏത് സാഹചര്യത്തിലും, ഏത് ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലും നമ്മെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ശക്തി പകരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഏതാവശ്യമാണ് നിങ്ങൾക്ക് വേണ്ടത്? ശാരീരികമാണോ, മാനസികമാണോ, സാമൂഹികമാണോ? ഹല്ലേലൂയ. എല്ലാ ആവശ്യത്തിനും, എല്ലാ തലത്തിലും ശക്തി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ പേര് എൽ ഷദായി എന്നത്രേ, സർവശക്തൻ എന്നത്രേ. ഹല്ലേലൂയ. നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. അവനാ നമ്മുടെ കർത്താവ്. അവൻ്റെ പേര് സർവശക്തൻ എന്ന. ഹല്ലേലൂയ. ഒന്ന്, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 2, ദൈവം ആരെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം ശക്തനായ ദൈവമാണ്. ഇതാ 3-ാമത് പറയുന്നു, അവൻ സകലത്തിനും മതിയായവനാകുന്നു. സകലത്തിനും എന്നെ മതിയാക്കുന്ന ദൈവമാണ്. സകലത്തിലും, ജീവിതത്തിൻ്റെ ഒരാവശ്യത്തിനു വേണ്ടി മാത്രമല്ല, ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, എല്ലാ സാഹചര്യത്തിലും എന്നെ ശക്തനാക്കുന്ന ദൈവം.
പ്രിയരെ, ഈ പകൽക്കാലം നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ അതേ ദൂത് കൈമാറട്ടെ. പലരും നിങ്ങളെ നോക്കി പറഞ്ഞു കാണും, നിങ്ങൾ ഇന്ന കാര്യത്തിൽ കൊള്ളാം, പക്ഷേ ഇന്നിന്ന കാര്യങ്ങളെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇന്ന രോഗം മാറുമെന്ന്, അല്ലെങ്കിൽ മറ്റുള്ള രോഗത്തിൽ സൗഖ്യമാക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ പലതിനകത്തും നിങ്ങളെ ഒതുക്കാൻ ശത്രു ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെ സകലത്തിനും 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 മതിയാക്കുന്ന ഒരു ദൈവമത്രേ. സകലത്തിലും നിങ്ങളെ എക്വിപ്പ് ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. സകലത്തിലും നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്ന, നിങ്ങളെ ബലപ്പെടുത്തിയെടുക്കുന്ന ഒരു അപ്പ നമുക്കുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. നല്ല പിതാവേ, ഇന്ന് രാവിലെ വചനം കേട്ട സകലരോടും അല്ലെങ്കിൽ വ്യക്തിപരമായി അങ്ങ് ഇടപെടണം. അങ്ങയുടെ ശക്തി പകരണം, അങ്ങയുടെ ബലം പകരണം. ഇവർക്കൊരു ദൈവിക കോൺഫിഡൻസ് കൊടുത്ത് ഇവരെയൊക്കെ മാനിക്കണം. കർത്താവേ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് വാക്കുമാറാത്ത ദൈവം. അങ്ങ് ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ, ആമീൻ.